CMA സംഘടിപ്പിക്കുന്ന ഒരു നാഷണൽ മെൻ്റൽ അരിത്തമെറ്റിക് ഒളിമ്പിയാഡ് ഈ വരുന്ന ഏപ്രിൽ 19-ാം തീയതി ഗിരിദീപം കൺവെൻഷൻ സെൻറ്റർ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ 6 മാസങ്ങളായി ഇന്ത്യയിലെമ്പാടുമുള്ള CMA നടത്തിയ പല തലത്തിലുള്ള മത്സരങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 കുട്ടികളും അവരുടെ പാരൻസും അറൗണ്ട് ഒരു 4000 ആൾക്കാരെയാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ CMAയുടെ ഈ മെൻ്റൽ അരിത്തമെറ്റിക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് മാസ്റ്റർ തായ് ചിയാങ് ചിങ് എന്ന് പറയുന്നൊരു എഡ്യൂക്കേഷണൽ റിസർച്ചറാണ് ഏർലി സ്റ്റേജസ് ഓഫ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ആസ്പദമാക്കി ടോട്ടൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികൾ 24 രാജ്യങ്ങളിലായി ഈ ട്രെയിനിങ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ 7ാമത്തെ നാഷണൽ ഒളിമ്പിയാഡാണ്. ഇതിൻ്റെ പ്രത്യേകത, ഈ നാഷണൽ ഒളിമ്പിയാഡിൽ സെലക്ട് ചെയ്യപ്പെടുന്ന 10 കുട്ടികളെ ജൂൺ 28-ാം തീയതി സിംഗപ്പൂരിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ മെൻ്റൽ അരിത്തമെറ്റിക് ഒളിമ്പിയാഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇവൻ്റ് എൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ കാശ്മീർ മുതൽ കേരളം വരെയുള്ള എല്ലാ സ്ഥലത്തുനിന്നുള്ള കുട്ടികളുടെ പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ഈ ഇവൻ്റ് കവറേജ് ചെയ്യണമെന്നും ഈ വാർത്ത നൽകി ഇതിൻ്റെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കണമെന്നും CMAയുടെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് കിംസ് ഹെൽത്ത് സെൻ്ററിൻ്റെ സഹകരിച്ച് പാരൻസിന് നൽകുന്ന അവബോധം നടത്തുന്ന 1-2 സെമിനാർ കൂടി ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ദിവ്യ എസ് അയ്യരാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗസ്റ്റ് ഓഫ് ഓണറായി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഡോക്ടർ ശ്രീരാജ് ഗോപിയാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ 2% സയൻറ്റിസ്റ്റിൽ ഒരാളായി സെലക്ട് ചെയ്യപ്പെട്ട ഇദ്ദേഹം കേരളത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് ഡബിൾ PhD എടുത്ത് ഇത്ര ഉന്നത ലെവലിൽ എത്താൻ കഴിഞ്ഞ ഇവർ രണ്ടുപേരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ വിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഏത് തലത്തിലും അവർ സാമ്പത്തികമായി എന്നുള്ളതല്ല, എന്തവർ ഡ്രീം ചെയ്താലും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ എല്ലാ കോമ്പറ്റീഷനിലും ഞങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അവർ രണ്ടുപേരും അന്ന് ആഫ്റ്റർനൂൺ 2 മണിക്കൂർ ഈ കുട്ടികളുമായി സംവദിക്കുന്നതാണ്. എൻ്റെ പേര് സുനിൽ കുമാർ. ഞാൻ ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ബിജു ഞങ്ങളുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറാണ്. സഞ്ജീവ് ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതുൽ അജാനി ഈ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറാണ്. അനീഷ് ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ കഴിഞ്ഞ ഒളിമ്പ്യാഡിൽ നമുക്ക് കിട്ടിയിരുന്നു, എങ്കിലും ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന 10 ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം 10 കുട്ടികളെ മാത്രമാണ്. കാരണം ഈ 24 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ സംഘാടകരാണ് ഓരോ രാജ്യത്തിനും എത്ര കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന 10 കുട്ടികളെയാണ്.